ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഈ സന്ധ്യാസമയം നമുക്ക് ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ ഒന്നിച്ചായിരിക്കാൻ ദൈവം നൽകിയ സമയത്തിനായും സാഹചര്യത്തിനായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ദാനിയേൽ പ്രവചനത്തിലെ ദാനിയേലിന്റെ പ്രാർത്ഥനാപുരുഷനായിരുന്ന ദൈവപുരുഷനായിരുന്ന ദാനിയേലിന്റെ വളരെ ദീർഘമായ പ്രാർത്ഥന ഇവിടെ മധ്യഭാഗം അല്ലെങ്കിൽ അവസാന ഭാഗത്താണ് നാം കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ ദൈവപുരുഷനായ ദാനിയേലിന്റെ തന്റെ ജനത്തിന്റെ അകൃത്യം വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രാർത്ഥനയുടെ ഒരു സ്റ്റേജിൽ ദാനിയേൽ ഇപ്രകാരം ദൈവത്തോട് പറയുന്നു, ദൈവമേ ചെവി ചായിച്ച് കേൾക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കും. അതിന്റെ 19-ാം വാക്യം അവിടെയാണ് നാം അവസാനിപ്പിച്ചത്. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ, എന്റെ ദൈവമേ നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുത്, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഒരു ദീർഘമായ പ്രാർത്ഥനയുടെ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഉപസംഹാരം പോലെ നമുക്ക് തോന്നാം ഈ വാചകം കേൾക്കുമ്പോൾ. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ, ദൈവമേ നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുത് എന്ന് പറഞ്ഞ് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. എന്നാൽ ആ ഭാഗം നാം വിശദമായി പഠിക്കുമ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥന അവസാനിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. അതിന്റെ അടുത്ത വാക്യം 20-ാം വാക്യം വായിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 20-ാം വാക്യം. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപവും എന്റെ ജനമായ എന്റെ പാപവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശ്വപർവ്വതത്തിനു വേണ്ടി എന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പ്രാർത്ഥന പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേതൃത്വം എന്നോട് അടുത്തു. ഇവിടെ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രാർത്ഥന അവസാനിപ്പിച്ച് ദാനിയേൽ എഴുന്നേറ്റ് പോയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല മേലത്തെ വാക്യം കൊണ്ട് നമുക്ക് തോന്നുന്നു പ്രാർത്ഥിക്കുമ്പോൾ സംഭരിച്ചു എന്ന് തോന്നും. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുപടിയാണ്. നമുക്കറിയാം, ദൈവവചനം പഠിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും ദൈവം മറുപടി നൽകുന്നു. പ്രാർത്ഥിക്കുന്ന ക്ഷണത്തിൽ മറുപടി ലഭിക്കുന്നു, പ്രാർത്ഥിച്ച് നാളുകൾ കഴിയുമ്പോൾ മറുപടി ലഭിക്കുന്നു, ചില പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നു. നമുക്ക് മറുപടി ലഭിച്ചില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷെങ്കിൽ അത് നോ ആയിരുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, ഇവിടെ ദൈവപുരുഷനായ ഈ ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്റെ മുമ്പിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ഗബ്രിയേൽ ദൂതനെ ഇതിനു മുമ്പ് ദാനിയേൽ കണ്ടിട്ടുണ്ട്. അത് ആ പ്രയോഗത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ. അപ്പോൾ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്നതായ സമയത്ത് കണ്ട പുരുഷൻ. അപ്പോൾ നേരത്തെ ഒരു ദർശനത്തോടുകൂടി ആരെ കണ്ടതാണ്? ഗബ്രിയേലിനെ കണ്ടതാണ്. ആ ദർശനം ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിട്ടില്ല. എന്താണെന്നോ എന്താണ് ഗബ്രിയേൽ ആ സമയം പറഞ്ഞതെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഗബ്രിയേലിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയായിട്ടാണ് ഈ ഭാഗം നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു. ഇത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. ഇതൊരു സമയമാണ്. സമയം എപ്പോഴാണ് ദാനിയേൽ പ്രാർത്ഥന തുടങ്ങിയതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഏത് സമയത്താണ് അദ്ദേഹം തുടങ്ങിയതെന്നോ. എന്നാൽ ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ രീതി ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? 3 നേരം ദാനിയേൽ പ്രാർത്ഥിക്കുന്നു. അത് തുടർമാനമായി ദാനിയേൽ ചെയ്തു വരുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ സന്ധ്യായാഗത്തിന്റെ സമയം എന്ന് പറയുന്നു. സന്ധ്യായാഗം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണി സമയമാണ്. അത് കണക്കൂട്ടെടുക്കുന്നതാണ്. സന്ധ്യായാഗം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിയോട് അടുത്ത സമയമാണ്. അപ്പോൾ എപ്പോൾ ഈ പ്രാർത്ഥന ആരംഭിച്ചു എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും കൊള്ളാം, ദൈവസന്നിധിയിൽ ദാനിയേൽ കുറേയേറെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തിലാണ് ഗബ്രിയേൽ മറുപടിയുമായിട്ട് ദാനിയേലിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ
ഞാൻ ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന് നേരത്ത് എന്നോട് അടുത്തു വന്നു. 22-ാം വാക്യം വായിക്കും. അവൻ വന്ന് എന്നോട് പറഞ്ഞെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ ഗബ്രിയേലിനെ ദൈവം അയച്ചിരിക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമാണ്. അത് ഗബ്രിയേൽ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഗബ്രിയേലിന്റെ പ്രത്യക്ഷതയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ വരുമ്പോഴും എന്തിനാണ് താൻ വരുന്നതെന്നുള്ളത് ഞാൻ പറയും. ഇവിടെ ദാനിയേലിനോട് ഗബ്രിയേൽ പറയുന്നു, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. ഈ ദാനിയേൽ ബുദ്ധിയിൽ കുറഞ്ഞ ആളൊന്നുമല്ല. 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൂടെ ഉള്ള ശുശ്രൂഷ ദാനിയേലിനാണ്. 4 രാജാക്കന്മാരുടെ ചരിത്രം. ആരൊക്കെ 4 പേര്? നമുക്ക് ബാബിലോൺ രാജാവായിരുന്നു നെബൂഖദ്നേസർ, രണ്ടാമത് ബെൽഷസ്സർ, പിന്നെ മേദ്യനായ ദാര്യാവേശ്, പിന്നെ പാർസി രാജാവായ കോരേശ്. അപ്പോൾ 4 രാജാക്കന്മാരുടെ ആലോചനാ സമിതിയിൽ അഡ്വൈസ് കൊടുക്കുകയും അവരുടെ സ്വപ്നത്തിന്റെ മറുപടി പറയുകയും വ്യാഖ്യാനം കൊടുക്കുകയും ആലോചന കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ആ ദാനിയേലിനോടാണ് ഗബ്രിയേൽ ദൂതൻ വന്നിച്ച് പറഞ്ഞു, ഞാൻ നിനക്ക് എന്താ പറയാം, ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നാം പഠിക്കുന്നതായ അല്ലെങ്കിൽ ദാനിയേൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വെളിപ്പാടിലേക്ക് വരികയാണ്. നമ്മൾ പഠിക്കുന്ന ദാനിയേൽ പ്രവചനത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതിനേക്കാൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ സങ്കീർണമായ ഒരു വിഷയം ദാനിയേലിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മാനുഷികമായ ബുദ്ധിക്ക്, മാനുഷികമായ യുക്തിക്ക് മനസ്സിലാകുന്ന കാര്യമല്ല ദൈവികമായ കാര്യപരിപാടി, ദൈവത്തിന്റെ കാര്യപരിപാടി എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിമണ്ഡലം കൊണ്ടോ മനുഷ്യന്റെ കണക്കുകൂട്ടൽ കൊണ്ടോ മനസ്സിലാകുന്ന കാര്യമല്ല. ദൈവത്തോടടുത്ത് ജീവിക്കുകയും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയും ദൈവ വചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കാണ് ദൈവികമായ വിഷയങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത്. അപ്പോൾ ദൈവസന്നിധി പ്രാർത്ഥനയിൽ പോരാടുന്നവരോട് ദൈവം സംസാരിക്കുന്നു. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരോട് ദൈവം ആലോചന നൽകുന്നു. അപ്പോൾ ദൈവികമായ വിഷയങ്ങൾ ഒരാൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി അല്ലെ നമ്മുടെ കഴിവ്, നമ്മുടെ സാമർഥ്യം കൊണ്ടൊന്നും ലഭിക്കുന്നതല്ല. അത് അതിനോട് ചേർന്ന് നമുക്ക് അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അത് ലഭിക്കേണ്ടത് ദൈവസന്നിധിയിലെ സമർപ്പണം കൊണ്ടും ദൈവസന്നിധിയിലെ വിനയം കൊണ്ടും ദൈവത്തോടുള്ള ആശ്രയം കൊണ്ടും ഒക്കെ ഉണ്ടാകേണ്ടതായ കാര്യങ്ങളാണ്. ഇപ്പോൾ ദാനിയേല് ബുദ്ധിവൈഭവമുള്ള ആളാണ്. കൽദയ വിദ്യകൾ പഠിച്ചയാളാണ്. ബാബിലോണിൽ നിന്നും ബാല്യത്തിൽ തന്നെ ഇസ്രായേലിൽ നിന്നും ബാല്യത്തിൽ തന്നെ തടവുകാരനായി അല്ലെങ്കിൽ അടിമ ബാലനായി ബാബിലോണിലെത്തി അവിടെയുള്ളതായ സകല വിദ്യകളും അഭ്യസിച്ചയാളാണ്. ദൈവികമായ കഴിവുകള്, ദൈവികമായ താലന്തുകൾ, ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് ദാനിയേൽ വളരെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്രയും എല്ലാം ഉണ്ടായിട്ടും ദാനിയേലിനെ മനസ്സിലാക്കണമെങ്കിൽ സ്വർഗീയമായ ദൈവികമായ ഇടപെടൽ ആവശ്യമുള്ള ഒരു വിഷയമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ പ്രത്യേകം പറയുന്നത്, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരുവാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. അടുത്ത വാക്ക്. അതുകൊണ്ട് നീ കാര്യം നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ട് നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊണ്ട്. അപ്പോൾ ദാനിയേലിനോട് പറയുകയാണ്, നീ ഏറ്റവും പ്രിയനാകിയ. എന്തൊരു മനോഹരമായ പ്രയോഗമാണ്. ആർക്കാ? ദൈവത്തിന്. ഗബ്രിയേൽ ദൂതൻ ഏറ്റവും പ്രിയനായതുകൊണ്ടല്ല. നീ കാര്യം ഗബ്രിയേലിനെ അയച്ചിരിക്കുകയാണ്. ദൈവം അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഗബ്രിയേലിനെ ദൈവം അയച്ചപ്പോൾ അയച്ചയാൾ എന്ത് പറഞ്ഞു വിട്ടോ അതുപോലെ കാര്യങ്ങൾ സംസാരിക്കാൻ. നീ ദൈവത്തിന് ഏറ്റവും പ്രിയനാകുക. ഏറ്റവും പ്രിയനാകുക. നീ ദൈവത്തിന് ഏറ്റവും പ്രിയനാകുക. ദൈവത്തിന് പ്രിയനാകുക എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു പദവിയാണ്. അബ്രഹാം ദൈവത്തിന് സ്നേഹിതനായിരുന്നു എന്ന് പറയും. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹിതൻ ആകുക എന്ന് പറഞ്ഞാൽ ദൈവം പറയുക എന്നുള്ളത് ഏറ്റവും വിഷയം. നമ്മൾ പറയുന്നതല്ലല്ലോ.
ഇപ്പോൾ നമുക്ക് ഞാൻ മുമ്പ് ക്ലാസ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് പരിചയമുള്ള എത്രയോ പേര് ലോകത്തിലുണ്ട്? എത്ര പേര്? പ്രസിഡന്റ് ബറാക് ഒബാമയെ നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്കറിയാം. നമുക്ക് പറയാൻ വേണമെങ്കിൽ പ്രസിഡന്റിനെ എനിക്കറിയാം എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പ്രസിഡന്റിനെ അറിയാം. പക്ഷെങ്കിൽ പ്രസിഡന്റിന് നമ്മളെ അറിയാമോ എന്നുള്ള വിഷയം, പ്രസിഡന്റിന് നമ്മളെ അറിയാമോ എന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ലോകത്തിൽ ഇങ്ങനെ കേമം പറയുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. പക്ഷെ അവരാളിനെ അറിയുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. പണ്ടൊരു പാസ്റ്റർ ഒരു കഥ പറഞ്ഞു. കഥയല്ല, സംഭവം നടന്നതാണ് ഡൽഹിയിൽ. ഇപ്പോൾ ഒരു പാസ്റ്ററുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹം ആ ഡൽഹി സമൂഹത്തിൽ, പേരൊന്നും ഞാൻ പറയുന്നില്ല, പൊതുവെ ഉന്നത തലങ്ങളിൽ വലിയ പിടിപാടുള്ള ഒരാളാണെന്ന് എപ്പോഴും അറിയിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പാസ്റ്റർ ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി ചെന്നാണ്. ചെന്ന് ഇരിക്കുന്ന ഉടൻ അല്പം കഴിഞ്ഞ ഉടൻ ഒരു ബെല്ലടിച്ചു. ബെല്ലടിച്ച ഉടനെ പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചത്. കുറച്ചു കഴിഞ്ഞു വീണ്ടും സംസാരം തുടർന്നുകൊണ്ട്, അപ്പോൾ വീണ്ടും വേറൊരു ഫോൺ വന്നു. ഉടനെ പറഞ്ഞു സെയിൽ സിംഗ് വിളിച്ചത്, അന്നത്തെ രാഷ്ട്രപതി സെയിൽ സിംഗ്. ഇത് രണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ മറ്റാരോ വിളിച്ചു, അവരോട് ലോഹ്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ വന്നയാളിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, ഞാൻ ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് കോള് വരുന്നു, രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് കോള് വരുന്നു എന്നൊക്കെ പറഞ്ഞു. അവർക്ക് നമ്മളെ അറിയാമോ എന്നുള്ളതാണ് വിഷയം. ഇത് ലോകപ്രകാരമാണ് മനുഷ്യനോടുള്ള ബന്ധം. ഇപ്പോൾ ദൈവത്തിന് എനിക്ക് ദൈവത്തോട് വലിയ ഇഷ്ടമാണ് എന്ന് ഒരാൾ പറയുന്നതിനേക്കാൾ ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ദൈവം നമ്മളെ പ്രിയപ്പെടുന്നു എന്നുള്ളതാണ് വിഷയം. അത് ലോകത്തിലുള്ള മനുഷ്യന്റെ സാക്ഷ്യത്തെക്കാൾ ഉപരി ദൈവം നമുക്ക് എന്ത് സാക്ഷ്യം നൽകുന്നു, അല്ലെങ്കിൽ ഇതെന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ഇവൻ എന്റെ സ്നേഹിതൻ, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കളങ്കമില്ല എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മളെ കുറിച്ച് എന്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നൽകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ദൈവം ദാനിയേലിനെ വിശേഷിപ്പിക്കുന്നത്, എനിക്ക് ഏറ്റവും പ്രിയനായ പുരുഷൻ, നീ എനിക്ക് ഏറ്റവും പ്രിയനാകിയാൽ. അതുകൊണ്ട് ഗബ്രിയേലിനോട് പറയുകയാണ്, നീ ഏറ്റവും പ്രിയനാകിയാൽ എന്ത് ചെയ്തു? നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് കുറെ നേരമായി ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട്. ഇപ്പോൾ സന്ധ്യായാഗത്തിന് സമയമായി, മൂന്നാം മണി നേരമായി, ഉച്ച കഴിഞ്ഞു. അപ്പോൾ നീ പ്രാർത്ഥന ആരംഭിച്ച സമയത്ത് തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നിന്റെ യാചനകളുടെ മറുപടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം നീ ദൈവത്തിന് ഏറ്റവും പ്രിയനായതുകൊണ്ടാണ്. ഇപ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രിയനായ ദാനിയേൽ ദൈവസന്നിധിയിൽ ഇരുന്നു ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ബാബിലോണിൽ പ്രവാസികളായി കിടക്കുന്ന യഹൂദജാതിക്ക് വേണ്ടി, ചിതറിപ്പോയ യഹൂദജാതിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കഴിക്കുന്ന അഭയയാചന ദൈവം അത് കേട്ടു, ദൈവം അതിൽ പ്രസാദിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ക്ഷണത്തിൽ തന്നെ ദൈവം നൽകുകയാണ്. അടുത്ത വാക്യം, നിന്നോട് അറിയിക്കാൻ ഞാൻ വന്നു, അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അപ്പോൾ വിഷയം അവതരിപ്പിക്കാനായിട്ട് മുഖവുര പറയുകയാണ് ഗബ്രിയേൽ. നീ വിഷയം ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കണം എന്നുള്ള നിലയിൽ. അതുകൊണ്ടാണ് മേളിൽ നമ്മൾ കണ്ടത്, നിനക്ക് ബുദ്ധി ഉപദേശിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നു. അടുത്ത വാക്യം, അതിക്രമത്തെ ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അവർക്ക് പ്രായശ്ചിത്തം ചെയ്ത് വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിന് വിശുദ്ധനഗരത്തിന് 70 ആഴ്ചയോടെ ജനിച്ചിരിക്കുന്നു. മതി. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് 24 വാക്യം. അവിടെ പറയുന്നത്, അതിക്രമത്തെ തടസ്സം ചെയ്യുക, പാപങ്ങളെ മുദ്രയിടുക, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക, നിത്യനീതി വരുത്തുക, ദർശനവും പ്രവചനവും മുദ്രയിടുക, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ആ ഒറ്റ വാക്യത്തിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു വാക്യത്തിലുണ്ടെന്ന് പറയുമ്പോൾ 6 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. 6 കാര്യങ്ങളിൽ
ആദ്യത്തെ 3 വിഷയങ്ങൾ ജനത്തിന്റെ പാപത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ 3 കാര്യങ്ങൾ, അതായത് അതിക്രമത്തെ തടസ്സം ചെയ്യുക, പാപങ്ങളെ മുദ്രയിടുക, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ദാനിയേൽ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ ഏത് സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, ദാനിയേൽ പ്രാർത്ഥനയിൽ അവരുടെ പാപത്തെ ഓർത്താ പ്രാർത്ഥിച്ചു. ഞാനും എന്റെ ജനവും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ നടത്തിപ്പുകാർ പാപം ചെയ്തിരിക്കുന്നു, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഇസ്രായേൽ ലംഘനം ചെയ്തിരിക്കുന്നു. നമ്മൾ ആ മേലത്തെ പ്രാർത്ഥനയിലെ വാക്യങ്ങളെല്ലാം അതിന്റെ ഒരു സംഗ്രഹം ഈ 3 വിഷയങ്ങളിലുണ്ട്. അപ്പോൾ 6 കാര്യങ്ങളാണ് നടക്കുവാനായിട്ടുള്ളത്. 6 കാര്യങ്ങൾ നടക്കുന്നതിന് ഒരു കാലഘട്ടം വെച്ചിട്ടുണ്ട്. ഈ 6 കാര്യങ്ങൾ മൊത്തത്തിൽ നടപ്പിലായി വരുന്നത് അവിടെ പറയുന്നത്, അതുകൊണ്ട് അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാൻ, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനിധി വരുത്തുവാൻ. ഇപ്പോൾ ആദ്യത്തെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ്. ഇസ്രായേലിന്റെ പാപം ദൈവം ചെയ്യുന്നു, ദൈവം ക്ഷമിക്കുന്നു, അതിന് ഒരു അന്ത്യം കുറിക്കുന്നു, അവർക്ക് ഒരു മടങ്ങിവരവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവം ഒരുക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ജനതയുടെ പാപം എന്നുള്ള വിഷയത്തിൽ, അല്ലെങ്കിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്റെ ജനത്തിന്റെ പാപമാണ്. ആ പാപം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം വരുത്തുവാൻ പോകുന്നു എന്നുള്ളത് ഗബ്രിയേൽ മുഖേന ദാനിയേലിനെ അറിയിക്കുകയാണ്. അതിനുശേഷമായിട്ട് ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇവിടെ 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന 70 ഏഴുകൾ എന്നുള്ളതായ നിലയിൽ 70 ആഴ്ചവട്ടത്തിനൊരു കണക്ക് പ്രസന്റ് ചെയ്യുകയാണ്. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഇത് നാം ഇന്ന് പ്രധാനമായും പഠിക്കാൻ പോകുന്ന ഭാഗം ഇതാണ്. ഇത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ യുക്തി കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ ഒന്നും അത്ര എളുപ്പത്തിൽ പഠിക്കാമെന്നത് കണക്കല്ല ഈ പറയും. അപ്പോൾ ഇവിടെ 70 ആഴ്ചകളുടെ ഒരു കണക്കാണ്. 70 ആഴ്ചകൾ. 70 ആഴ്ച എന്ന് പറഞ്ഞാൽ ആഴ്ചയാണോ വർഷമാണോ എന്നുള്ളതൊക്കെ നാം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഇത് ഒരു നിരവധി വിഷയങ്ങൾ നടക്കേണ്ട ഒരു കാലഘട്ടമാണ്. നിരവധി വിഷയങ്ങൾ. അപ്പോൾ നിരവധി വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ജനതയുടെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ പാപവും അതിനോടുള്ള ബന്ധത്തിൽ അകൃത്യവും അതുപോലെ വിഷയങ്ങൾക്കൊരു പരിഹാരം. യെരുശലേമിന്റെ യഥാസ്ഥാപനം. യെരുശലേം ഇപ്പോൾ തകർന്നു കിടക്കുകയാണ്, ദൈവാലയം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കപ്പെടണം. അതിനുശേഷമായിട്ട് അഭിഷിക്തൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മശിഹ എന്ന് പറയുന്ന മശിഹായ ഛേദിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ജനതയുടെ പാപത്തിന് വേണ്ടി മശിഹ കൊല്ലപ്പെടുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണം ഇതിനിടയിൽ നടക്കണം. ഇതിനും ശേഷമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഭാവി കാലത്തോട്, ഇതെല്ലാം ഭാവി കാലത്തോട് ബന്ധപ്പെട്ടാണ്. നാം ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഈ പീരീഡിൽ നിന്നും ഭാവിയിൽ നടക്കുവാനുള്ള മറ്റൊരു എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ളതായ ഒരു കാലഘട്ടം. ഇതെല്ലാം കൂടെ ചേർന്ന, അല്ലെങ്കിൽ ഇത്രയും സംഭവ പരമ്പരകളാണ് ഈ 70 ആഴ്ചവട്ടം കൊണ്ട് നടക്കേണ്ടത്. ഇനി അടുത്ത വാക്യമായി, അതുകൊണ്ട് നീ അറിഞ്ഞത് ഗ്രഹിച്ചു. അഭിഷേക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. 62 ആഴ്ചവട്ടം കൊണ്ട് അതിന് രീതിയും ഘടകവുമായി കഷ്ടകാലങ്ങൾ തന്നെ വീണ്ടും പണി. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷേക്തൻ ക്ഷമിക്കപ്പെട്ടു. അവന് ആരും ഇല്ലെന്ന് വരുക. പിന്നെ പരിപാലിക്കുന്ന പ്രഭുവിന്റെ പടച്ചനം നഗരത്തെയും യുദ്ധമന്ദിരത്തെയും നശിപ്പിക്കുന്നു. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെയായിരുന്നു. അപ്പോൾ ഇവിടെ 70 ആഴ്ചവട്ടത്തെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. ഈ 70 ആഴ്ചവട്ടത്തെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് 3 കാലഘട്ടങ്ങളായിട്ട് 70നെ തിരിക്കുകയാണ്. 3 കാലഘട്ടമായി. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ഭാഗം ഒന്ന് നോക്കിയിട്ട് വരാനായിട്ട്. ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഈ ഭാഗം പിന്നീട് മാറ്റേണ്ടതുണ്ടെങ്കിൽ. നിങ്ങൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചതെന്ന് കേൾക്കുവാൻ, അല്ലെങ്കിൽ അറിഞ്ഞതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമാണ്. എന്നിട്ട് വേണം നമുക്ക് ബാക്കി തുടരാൻ.
ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും പഠിക്കാൻ ശ്രമിച്ചെങ്കിൽ മതി, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ പോകാം. ആരെങ്കിലും ഇതിനുവേണ്ടി ശ്രമിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. 70 ആഴ്ചവട്ടത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്നും ഗ്രഹിക്കാൻ. 70 ആഴ്ചവട്ടത്തിനകം ഇസ്രായേൽ മടങ്ങിപ്പോകുന്നുള്ള ചിന്തയായിരുന്നു. 70 ആഴ്ചവട്ടത്തിനകം ഇസ്രായേൽ മടങ്ങി അല്ല, അത് പിന്നെ 70 വർഷം എന്ന് പറയുന്നത് ബാബിലോണിലെ പ്രവാസമാണ്. അത് 400 ചില്ലുവാനും വർഷമാണ്. അതായത് പിന്നെ ദാനിയേല് യെരമ്യാ പ്രവചനത്തിൽ നിന്നും കാലക്കണക്ക് വെച്ചുകൊണ്ട് ഗ്രഹിച്ചു യെരുശലേമിലേക്ക് വന്ന് ഈ പ്രവാസം ഇനി ഇത്രയും കാലം കൂടെ ഉള്ളൂ, ഇത് തീരാൻ പോകുന്നുള്ള കണക്ക്. അതാണ്. അല്ലാതെ അത് പ്രവാസത്തിൽ നിന്ന് പോകുന്ന അത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കാര്യം പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുന്നത് ഇതിനകത്തുണ്ട്. ഈ 70-നുള്ളിൽ അന്തിക്രിസ്തുവിന്റെ കാര്യങ്ങളുണ്ടെന്നുള്ളത് ഉണ്ട്. നിങ്ങളത് ഈ 70 ആഴ്ചവട്ടത്തെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയെന്ന് എന്റെ ക്വസ്റ്റ്യൻ. 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷം വെച്ചുള്ള 490 വർഷമാണ്. പക്ഷേയുള്ള പീരീഡ് അതിന് കാൽക്കുലേഷൻ നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് യേശുക്രിസ്തു കഴുതപ്പുറത്ത് ഓശന്ന പാടി ആളുകളൊക്കെ 6 ദിവസമാണ് വരെയുള്ള ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ 490 വർഷം. യെരുശലേമിനെ യഥാർത്ഥപ്പെടുത്തി പണിയാൻ കൽപ്പന പുറപ്പെട്ട നെഹമ്യാവിന്റെ പുസ്തകത്തിൽ BC 457 പുറപ്പെട്ട കൽപ്പന മുതൽ കാൽക്കുലേറ്റ് ചെയ്താൽ 69 ആഴ്ചവട്ടം വരെയുള്ളത് അന്ന് വരും. പിന്നെ 70-ാം ആഴ്ചവട്ടം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇത് ബ്രാക്കറ്റ് പീരീഡാണ്. ഈ ഇതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. 69 കഴിഞ്ഞു. നമ്മളിപ്പോൾ 69 ആഴ്ചവട്ടം കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞിട്ട് ഒരാഴ്ചവട്ടം കൂടെ ബാക്കിയുള്ളൂ. അല്ല, 69 കഴിഞ്ഞു. ആദ്യത്തെ 7 റെക്കോർഡുണ്ട്. 7 ആഴ്ചവട്ടം ആദ്യമുണ്ട്. 7 പിന്നെയാണ് 62 പറഞ്ഞത്. 7 62 69 ആഴ്ചവട്ടം കഴിയുമ്പോഴാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതൊക്കെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ളത് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കാൻ കൽപ്പന പുറപ്പെടുന്ന തീയതി മുതൽ പിന്നെ അഭിഷേകത്തെ ജനിക്കപ്പെടുന്നവരെ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉള്ളിലുള്ളതേ ഉള്ളൂ ഈ പീരീഡ്. ഏതായാലും ഈ തമിഴ്നാട് പറഞ്ഞ കണക്കനുസരിച്ച് അവർ പറഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസങ്ങളുടെ ഗ്യാപ്പ് വരുന്നുണ്ട്. അതിന് അവർ പറയുന്നത് യഹൂദന്റെ കണക്ക് ഫോളോ ചെയ്യണം. ഇപ്പോഴത്തെ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. ഇവരുടെ കണക്കനുസരിച്ച് 360 ദിവസമാണ്. അതിനുശേഷമുള്ള 70-ാം ആഴ്ചവട്ടം എന്ന് പറയുന്നത് ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷം. അതാണ് അന്തിക്രിസ്തുവിന്റെ പറഞ്ഞ എല്ലാം സംബന്ധിച്ചു 69 ആഴ്ചവട്ടക്കാലം കാൽക്കുലേറ്റ് ചെയ്തത് ലൂണാർ ഇയറിലാണ്. അവസാനത്തേത് ലൂണാർ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വർഷം എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. വർഷം വേറെ ഏതെങ്കിലും ചിന്ത ഇതിനുള്ള ബന്ധത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും ചിന്തയുണ്ടോ? ഓക്കെ, ആർക്കൊരു അഭിപ്രായമില്ല. ബ്രദർ തമ്പി പറഞ്ഞ ആശയം തന്നെയാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് പൊതുവെ വേദശാസ്ത്രങ്ങളുടെ ഇടയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ചിന്ത. ഏതാണ് ഇത്? ദിവസത്തിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇത് ഞാൻ പറഞ്ഞല്ലോ. ഇത് കണക്ക് കൂട്ടലുകൊണ്ട് നമ്മൾ പറയുന്നുള്ളൂ. എക്സാക്ട്ലി ഇതിങ്ങനെ ആയിരിക്കണമെന്ന് ശഠിക്കാനൊന്നും നമുക്ക് നിവൃത്തിയൊന്നുമില്ല. എന്നാൽ 3 വിളംബരങ്ങൾ ഇസ്രായേലിന്റെ മടങ്ങിപ്പോക്കിനോടുള്ള ബന്ധത്തിലുണ്ട്. 3 വിളംബരങ്ങളുണ്ട്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ 70 ആഴ്ചവട്ടം ഇപ്പൊ നാം കേട്ടതുപോലെ 3 പീരീഡായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേജാണ് 7 ആഴ്ചവട്ടം എന്ന് പറയുന്നത്. ഒരാഴ്ചവട്ടം ഇത് ഓർക്കണം. 7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ
7 ദിവസം വീതമുള്ള ഒരു കാലഘട്ടമല്ലത്. കാര്യം അല്ലെന്ന് വ്യക്തമാണ്. ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന ആഴ്ചകൾ കൊണ്ട് നടക്കാൻ പോണ കാര്യമല്ല. അപ്പോൾ ഒരാഴ്ച വട്ടം എന്ന് പറയുന്നത് 7 വർഷം എന്നുള്ളതായ കണക്കാണ്. ഒരാഴ്ച വട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 7 ആഴ്ചവട്ടമാണ്. 7 ആഴ്ചവട്ടം എന്ന് പറഞ്ഞപ്പോൾ 7 ഗുണം 7 49 വർഷമായി. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 62 ആഴ്ചവട്ടങ്ങളാണ്. 62 ഗുണം 7 അതെത്ര വർഷമുണ്ട്? 442 434 ആദ്യത്തെ 49. അപ്പോൾ എത്ര വർഷമായി? 483 വർഷമായി. ഇല്ലേ? 483 വർഷം. ഇപ്പൊ 483ന്റെ കൂട്ടത്തിൽ വരുവാനുള്ള ഒരാഴ്ചവട്ടത്തിന്റെ 7 കൂട്ടുമ്പോൾ എത്ര വർഷമാവും? 490 വർഷമാണ്. ഈ 490 വർഷത്തിന്റെ കണക്കാണ്, അല്ലെങ്കിൽ 490 വർഷത്തിന്റെ ഒരു സംഖ്യയാണ് ദാനിയേലിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഈ 490 വർഷത്തിൽ അവസാനത്തെ 7 എന്ന് പറയുന്നതും 62 ആഴ്ചയ്ക്കുമിടയിൽ ഒരു വലിയ ഗ്യാപ്പുണ്ട്. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ കാലം മുതൽ വരുവാനുള്ള ആഴ്ചവട്ടം എന്ന് പറയുന്ന ആഴ്ച, അല്ലെങ്കിൽ മഹോപദ്രവം എന്നൊക്കെ പറയുന്ന ആഴ്ച, അല്ലെങ്കിൽ ആ ഒരു 7 വർഷത്തിന്റെ പീരീഡ്, ഇതിനിടയിലുള്ള ഗ്യാപ്പിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ഊഹവും. കാരണം ഇതിനെ പല പേരുകളിൽ ഈ ഗ്യാപ്പിനെ വിളിക്കും. നമ്മൾ സഭായുഗം എന്ന് വിളിക്കുന്നു, കൃപായുഗം എന്ന് വിളിക്കുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് വിളിക്കും. എന്നാൽ യഹൂദൻ ഇതിനെ സഭായുഗം എന്നല്ല വിളിക്കുന്നത്, കൃപായുഗം എന്നല്ല വിളിക്കുന്നത്. അവൻ മശീഹയുടെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുക. ഇനി ബൈബിൾ വർഷം എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയപ്പെടുന്ന വർഷത്തിന്റെ കണക്കല്ല, വേദപുസ്തകത്തിന്റെ വർഷത്തിന്റെ കണക്ക്. അതെന്താണെന്ന് പറഞ്ഞാൽ ബൈബിൾ കലണ്ടർ എന്ന് പറയുന്നത് യഹൂദന്റെ കലണ്ടറിനെയാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ ഇതിന്റെ 2 തെളിവുകൾ ഞാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഞാൻ തെളിവ് തരാം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം മുതലുള്ള 2 അധ്യായങ്ങളിൽ നോഹയുടെ കാലത്ത് ജലപ്രളയത്തെ കുറിച്ച് പറയുന്നു. നോഹയുടെ കാലത്തെ ജലപ്രളയം തുടങ്ങിയതും പ്രളയം അവസാനിച്ചതും കപ്പലിൽ നിന്ന് നോഹ പുറത്തിറങ്ങുന്നതും ഈ പറയപ്പെടുന്ന ആ കാലം, ആ ദിവസങ്ങൾ, മാസങ്ങൾ ഒത്തുവരണമെന്നുണ്ടെങ്കിൽ 30 ദിവസം വീതമുള്ള മാസങ്ങളാണ് ഒക്കുന്നത്. യഹൂദന്റെ ഒരു മാസം എന്ന് പറയുന്നത് 30 ദിവസമാണ്. 12 മാസവും യഹൂദന് ഒരുപോലെ. 12 മാസങ്ങളിലും ഓരോ മാസത്തിലും 30 ദിവസം വീതമേ ഉള്ളൂ. ഇത് നമ്മൾ ഓർക്കണം. ഇത് പഴയ നിയമത്തിൽ നിന്നുള്ളതായ ചരിത്രം. പുതിയ നിയമത്തിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാട് 12-ാം അധ്യായം 12-ന്റെ 6 വാക്യം, നിങ്ങൾ അത് കുറച്ച് ക്ലിയർ ആണ്. വെളിപ്പാട് പുസ്തകം 12-ന്റെ 6. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. എത്ര ദിവസമാണ്? 1260 ദിവസം. അവളെ അവിടെ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവളെ അവിടെ പോറ്റുവാൻ 1260 ദിവസം പോറ്റുവാൻ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. മഹോപദ്രവം നമുക്കിത് പഠിക്കാനുള്ള വിഷയമാണ് പിന്നീട്. മഹോപദ്രവം എന്ന് പറയുന്നതിന്റെ ആ 7 വർഷത്തിന്റെ പകുതി സമയമാകുമ്പോൾ വളരെ പീഡനവും വളരെ ബുദ്ധിമുട്ടും ഉണ്ടാകും. ഇല്ലേ? 1260 ദിവസത്തിന്റെ കണക്കവിടെ. 1260-നെ 360 കൊണ്ട് ഹരിച്ചു നോക്കി എത്ര വർഷം കിട്ടും? 3.5 വർഷം കിട്ടും. അപ്പോൾ മഹോപദ്രവത്തിന്റെ മധ്യത്തിൽ എന്ന് പറയുന്ന കണക്ക് എക്സാക്ട് ഒത്തു വരും. ഈ 360 കണക്ക് വരും. 42 എങ്ങനെ ചെയ്യുന്നുണ്ടോ?
ഓക്കെ. ഇനി ഈ വിളംബരം പുറപ്പെടുവിച്ചതോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞത് മൂന്ന് അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതായത് കോരേശിന്റെ ഒരു വിളംബരമാണ് ഒന്നാമത്തെ വിളംബരം. അത് BC 536 കോരേശിന്റെ വിളംബരം. അത് BC 536. രണ്ടാമത്തേത് അർത്തഹ്ശഷ്ഠ രാജാവ് BC 458 ഒരു വിളംബരം കൊടുക്കുന്നു. BC 458 അർത്തഹ്ശഷ്ഠ രാജാവിന്റെ വിളംബരം. അത് BC 458 ഇത് എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. BC 458. ഇനി മൂന്നാമത്തെ വിളംബരം എന്ന് പറയുന്നത് അർത്തഹ്ശഷ്ഠ ലോങ്കിമാനസ് എന്ന് പറയുന്ന ചക്രവർത്തി. അർത്തഹ്ശഷ്ഠ ലോങ്കിമാനസ്, അർത്തഹ്ശഷ്ഠ എന്നുള്ള സ്ഥാനപ്പേരാണ്. അർത്തഹ്ശഷ്ഠ ലോങ്കിമാനസ് എന്ന് പറയുന്ന രാജാവ് BC 445 നെഹമ്യാവിന് കൽപ്പന കൊടുക്കും. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് യെരുശലേമിനെ എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. ഇതിനു മുമ്പ് പോയവർ യെരുശലേമിനെ പണിയാനല്ല പോയത്, അവർ ആലയം പണിക്കാവും. ആലയം പണിയാനും അതിന്റെ കാര്യങ്ങളും ചെയ്യാനാവും. എന്നാൽ നെഹമ്യാവ് പോകുന്നത്, നെഹമ്യാവിന്റെ ഈ യാത്ര എന്ന് പറയുന്നത് യെരുശലേമിന് ചുറ്റുമുള്ള മതിൽ പണിയും യെരുശലേമിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ ഇത് നിങ്ങൾ ഇന്ന് വ്യത്യസ്തമായ നിലയിൽ ഈ കണക്ക് കേട്ടാലും അല്ലെങ്കിൽ ഈ വർഷം കേട്ടാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതും നമുക്ക് മുമ്പേ പറഞ്ഞതുപോലെ ദൈവകൃപയിൽ ആശ്രയിച്ചും നമ്മുടെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കണക്കുകൂട്ടൽ നമുക്ക് ലോജിക്കുണ്ടെന്ന് തോന്നുന്ന അത് കുറച്ച് നമുക്ക് യോജിക്കാമെന്ന് കരുതുന്ന ഒരു ഭാഗത്തിനോട് ചേരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അർത്തഹ്ശഷ്ഠ രാജാവിന് ഈ കൽപ്പന പുറപ്പെടുവിക്കുന്നത് BC 445 നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ ഈ BC 445 അർത്തഹ്ശഷ്ഠ ലോങ്കിമാനസ് എന്ന് പറയുന്ന ആള് നെഹമ്യാവിന് കൽപ്പന കൊടുക്കുന്നു. ഇവിടെ നമ്മൾ പഠിച്ചതായ നമ്മൾ ചിന്തിക്കുന്നതായ ഈ വിഷയത്തിൽ 7 ആഴ്ചവട്ടം അല്ലെങ്കിൽ 7 × 7 49, അതിനുശേഷമായിട്ട് 62 ആഴ്ചവട്ടം 62 × 7. ഇങ്ങനെ ഇത് വരുമ്പോൾ ടോട്ടൽ എത്ര വരും? 400 രണ്ടും കൂടെ വരുമ്പോൾ 483 വർഷം വരും. 483 വർഷം എന്ന് പറയുന്നത് 360 ദിവസം വെച്ച് നാം കണക്ക് കൂട്ടിയ 483 വർഷങ്ങൾക്ക് 360 ദിവസം വീതം നാം കണക്ക് കൂട്ടിയാൽ 1,73,880 ദിവസം വരും. 1,73,880 ദിവസം വരും. എന്തിന്? ഈ 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ 69 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 1,73,880 ദിവസമാണ്. അപ്പോൾ ഇതാണ് ഞാൻ 360 ദിവസം വെച്ചുള്ള വർഷത്തിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഈ 360 ദിവസം വെച്ചുള്ള ഈ കണക്കെടുത്താൽ ഇത് എക്സാക്ട്ലി ആദ്യത്തെ സ്റ്റേജ്, അതായത് 7 വർഷം, 7 × 7 49 വർഷം ഒന്നാം സ്റ്റേജ് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി പോയതായ അല്ലെങ്കിൽ മതിലുപണി, അവിടുത്തെ കാര്യങ്ങളുടെ ക്രമീകരണങ്ങൾ എല്ലാം ആദ്യത്തെ 49 വർഷങ്ങൾ കൊണ്ട് നടന്നു. ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത് അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് എന്ന് പറയുന്ന 62 ആഴ്ചവട്ടങ്ങൾ കൂടെ പൂർത്തിയാകുമ്പോഴാണ്. അതായത് ടോട്ടൽ 62 അധികം 62 + 7, അപ്പോൾ 69 ആഴ്ചവട്ടം പൂർത്തിയാകുമ്പോഴാണ് എന്ത് നടക്കുന്നത്? അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത്. ഈ നിലയിൽ വരുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നതായ ആ ദിവസം എന്ന് പറയുന്നത് AD 32 ഏപ്രിൽ മാസം 13-ാം തീയതിയാണ്. AD 13-ാം തീയതിയാണ്. AD 32 ഏപ്രിൽ മാസം 13-ാം തീയതി നമ്മുടെ കണക്കനുസരിച്ച് അന്നാണ് യേശുവിന്റെ ക്രൂശീകരണം നടക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഈ സംഭവം എന്ന് പറയുന്നത്, അതായത് ഈ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് ഹോശന്നാ ദിവസമാണ്. കാരണം ഹോശന്നാ ദിവസമാണ്
യേശു മശിഹയ്ക്ക് ഹോശാന പാടിക്കൊണ്ട് നടന്നത് ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ദിവസം കൊണ്ടാണ് ഇതിനെ കണക്കൂട്ടി നിർത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നീസാൻ മാസം 10-ാം തീയതിയാണ് ഈ ഹോശാന നടക്കുന്നത്. നീസാൻ മാസം 10-ാം തീയതി. നീസാൻ മാസം 14-ാം തീയതിയാണ് ക്രൂസിഫിക്ഷൻ നടക്കുന്നത്, യേശുവിന്റെ ക്രൂശീകരണം നടക്കുന്നത്. ഏപ്രിൽ മാസം AD 32 ഏപ്രിൽ 9-ാം തീയതിയാണ് യേശുവിന്റെ ഹോശാന നടക്കുന്നത്. ഏപ്രിൽ 13-ാം തീയതിയാണ് ക്രൂശീകരണം നടക്കുന്നത്. ഈ പറയപ്പെടുന്ന ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 1,73,880 ദിവസം അർത്ഥശ്രേഷ്ഠ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചത് മുതൽ 360 വർഷം വെച്ചുള്ളതായി കണക്കിൽ എടുത്തു വരുമ്പോൾ കൃത്യം ഈ ഭാഗം. ഇനി ഇത് അടുത്ത തെളിവോടെ ഞാൻ പറയാം. യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എനിക്കറിയാം ഇന്നൊരു ഈ കണക്കും ഫിഗറും തന്നെ ഈ പറയുന്നു. യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിക്കുന്നത് തിബരിയോസ് കൈസറിന്റെ ഭരണകാലത്താണ്. നിങ്ങളത് നമുക്ക് പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം എന്ന് വായിച്ചു. ലൂക്കോസ് 3:1. മതി. അപ്പോൾ തിബരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ട്. അപ്പോൾ 15-ാം ആണ്ടിൽ ആണ് അവിടെ യോഹന്നാന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതും യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നതും എല്ലാം ആ അധ്യായത്തിൽ കാണുവാൻ കഴിയും. അതിനോട് ചേർന്ന് യേശുവിന്റെ സ്നാനം നടക്കുന്നതും. അപ്പോൾ തിബരിയോസ് കൈസറിന്റെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ നമുക്കവിടെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭം നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷമായിട്ട് തിബരിയോസ് കൈസറുടെ വാഴ്ച പിന്നീട് 15 വർഷം കൂടിയുണ്ട്. AD 29-ലാണ് തിബരിയോസ് കൈസറിന്റെ വാഴ്ച അവസാനിക്കുന്നത്. അതിനോട് ചേർത്ത് 3.5 വർഷം കൂടെ നമ്മൾ കണക്ക് കൂട്ടുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ 3.5 വർഷം. അപ്പോൾ ശുശ്രൂഷയുടെ 3.5 വർഷം കൂടെ നാം കണക്ക് കൂട്ടുമ്പോൾ ഈ പറയപ്പെടുന്ന ഈ യേശുക്രിസ്തുവിന്റെ മരണം അല്ലെങ്കിൽ ഈ മുമ്പ് ഞാൻ പറഞ്ഞ ഈ ആഴ്ചവട്ടം അവസാനിക്കുന്ന ആ കണക്കിൽ വരും. ഇത് മറ്റൊരു കണക്കാണ്. ഇതെല്ലാം എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന കണക്കുകളായിട്ടൊന്നും ഇരിക്കുന്നില്ല, അഭിപ്രായങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. ചരിത്രമാണ് ഇത്. തിബരിയോസ് കൈസറുടെ ചരിത്രമാണ് അതുകൊണ്ട് ചരിത്രത്തിന്റെയും പിന്നെ യഹൂദ കണക്കിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിരുന്ന കണക്കിലാണ്. പൊതുവെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ പല കാൽക്കുലേഷൻ കാണാം. പക്ഷെങ്കിൽ പൊതുവെ ഇവാഞ്ചലിക്കൽ സ്കോളേഴ്സ് വേദശാസ്ത്രങ്ങൾ പൊതുവെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ചിന്താഗതിയാണ് ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളുള്ള ബന്ധത്തിൽ നാം നോക്കിയാൽ നമുക്ക് അവിടേക്ക് തന്നെ വരാം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണി. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവനാരും ഇല്ലെന്ന് വരും. അപ്പോൾ ഈ 62 ആഴ്ചവട്ടവും പിന്നെ ആദ്യത്തെ 7 ആഴ്ചവട്ടവും, അതായത് 69 ആഴ്ചവട്ടങ്ങൾ കഴിയുമ്പോഴാണ് അഭിഷിക്തന്റെ മകൻ കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ ഛേദിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ഈ പറയപ്പെടുന്ന ഈ ആഴ്ചവട്ടം നിൽക്കുന്ന യഹൂദനോടുള്ള ബന്ധത്തിലാണ്. വാസ്തവത്തിൽ നമുക്ക് സഭയ്ക്ക് ഇതിനകത്ത് യാതൊരു ഇടപാടുമില്ല, സഭയുടെ വിഷയമേ അല്ല. യഹൂദനോടുള്ള ബന്ധത്തിൽ പ്രവാസത്തിലേക്ക് പോയ യഹൂദന്റെ മടങ്ങിവരവ്, അവരെ മടങ്ങി വന്നതിന് ശേഷം അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അവരുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം. വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്ന ആർക്കൂടി യഹൂദനോട് സ്വന്തത്തിലേക്കാണല്ലോ ബന്ധം. അപ്പോൾ യേശുക്രിസ്തുവിനെ രാജാവായി അംഗീകരിക്കുവാൻ ഇവർ തയ്യാറായി. നിങ്ങൾ ഓർക്കണം, നമ്മൾ കാണുന്ന ഹോശാനയിൽ യേശുക്രിസ്തുവിനെ അവർ ഹോശാന പാടി. അതേ ആളുകൾ തന്നെ പീലാത്തോസ് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കണോ? ഉടനെ ഇവര് മറുപടി പറഞ്ഞു, ക്രൂശിക്കണം, ഞങ്ങൾക്ക് ആ വാചകമാണ്,
ഞങ്ങൾക്ക് കൈസർ അല്ലാതെ വേറൊരു രാജാവില്ലെന്നു. ഇവര് തന്നെയാണ് ഒരാഴ്ച മുമ്പ് ദാവീദ് പുത്രനെ ഹോശന്നാ പാടി. അപ്പോൾ യേശുവിനെ മശിഹായായി അംഗീകരിക്കുവാൻ യാതൊരു നിലയിലും യഹൂദൻ തയ്യാറായി. അപ്പോൾ സ്വന്തം ജനത്താൽ തന്നെ അവൻ പീഡിപ്പിക്കപ്പെട്ടു, സ്വന്തം ജനത്താൽ തന്നെ ഉപദ്രവിക്കപ്പെട്ടു. എന്നാൽ ഇതെല്ലാം അക്ഷരം പ്രതി നിറവേറുന്നതോടെ നമ്മൾ നോക്കണം. അതായത് ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം, അതിനു മുമ്പ് യോഹന്നാൻ സ്നാപകന്റെ ശിരഛേദനം, ഇതെല്ലാം ഒരേ ഗ്രൂപ്പ് തന്നെ ചെയ്യും. അത് രാജാവിന്റെ പാപത്തിനെതിരായിട്ട് സംസാരിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. എന്നാൽ പോലും ജനം ആരെ ഓർത്തിരുന്നു? ജനം യോഹന്നാനെ ഇഷ്ടപ്പെട്ടു, പുരോഹിതന്മാർ യോഹന്നാനെ ഓർത്തിരുന്നു. ജനത്തിന് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് മരുഭൂമിയിൽ യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ ആര് പോയി? ജനം പോയി മരുഭൂമിയിൽ. അപ്പോൾ ജനം യോഹന്നാന്റെ പ്രസംഗം കേൾക്കുവാൻ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മരുഭൂമിയിലേക്ക് പ്രസംഗം കേൾക്കാൻ ഓടി. അപ്പൊ പ്രസംഗത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മെസ്സേജ് ഉണ്ടെങ്കിൽ ആളുകൾ അവിടെ എത്തിയിരിക്കും. ജനത്തിന് വേണ്ടിയത് അവിടെ കിട്ടാനുണ്ടെങ്കിൽ ജനം അവിടേക്ക് പോകും. അതൊന്നും ഓർക്കണം. അതേസമയം യെരുശലേമിൽ ദേവാലയത്തിൽ പുരോഹിതന്മാരോടിരിപ്പുണ്ടോ, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? പക്ഷെങ്കിൽ ആരില്ല, ജനം ചെല്ലുന്നില്ല. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. അങ്ങനെ ദേവാലയത്തിൽ കാര്യമായിട്ടൊന്നും നടക്കാതെ വന്നപ്പോൾ, ജനത്തെ കാര്യമായിട്ട് കിട്ടാതെ വന്ന സമയത്ത് ഇവരിറങ്ങി. ഇവര് എവിടോട്ട് ചെന്നു? ഇവര് മരുഭൂമിയിൽ യോഹന്നാന്റെ അവിടെ എന്താ നടക്കുന്നറിയാൻ അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോഴാണ് യോഹന്നാൻ വിളിച്ചത് സർപ്പസന്തതികളെ എന്ന് വിളിച്ചത്. അവരെ വിളിച്ചു. അല്ല, സാധാരണ ജനത്തെ അല്ല വിളിച്ചത്. യോഹന്നാൻ സർപ്പസന്തതി എന്ന് വിളിച്ചത് സാധാരണ ജനത്തെയല്ല, സമൂഹത്തിലെ പ്രമാണിമാരെയാണ്. അപ്പോൾ ഈ യോഹന്നാനെ കൊല്ലുവാൻ വേണ്ടി, അല്ലെങ്കിൽ യോഹന്നാനെ തിരസ്കരിച്ച സമൂഹം, യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചതായ സമൂഹം, ഇവര് തന്നെയാണ് സഭയുടെ ആരംഭത്തിന് ശേഷം സ്തെഫാനോസിനെ കല്ലെറിഞ്ഞത്. ഇവർ തന്നെയാണ് സ്തെഫാനോസിനെയും കല്ലെറിഞ്ഞു. എന്നാൽ ഈ ദൈവം കാണിച്ചു കൊടുത്ത, ഗബ്രിയേൽ മുഖേന ദാനിയേലിന് കാണിച്ചു കൊടുത്ത കണക്ക്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അവിടെ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവനാരും ഇല്ലെന്ന് വരും. ആർക്കാരുമില്ലാതെ വരും? അഭിഷിക്തൻ ആരുമില്ല എന്ന് വരും. അപ്പോൾ കടന്നു പോകുന്നവർ അവനെ ദൂഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നീ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. കുടിക്കുവാൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശുദ്ധ ജലം കൊടുക്കുവാൻ അവർ തയ്യാറായി. കയ്പ് വീഞ്ഞു ഓടക്കണ്ണിന്മേലാക്കി കുടിക്കാൻ കൊടുത്തു. തലയിൽ കിരീടം വെച്ച് യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പരിഹസിച്ചു. അപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിൽ, അഭിഷിക്തനെ ആരുമില്ല എന്നുള്ള അവസ്ഥയിൽ, യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലും ഇതിന് പറ്റിയ വാക്യം കിടപ്പുണ്ട്. സകലരാലും തിരസ്കരിക്കപ്പെട്ടതായ അവസ്ഥയിൽ മശിഹ. എന്നാൽ അത് കഴിയുമ്പോൾ അവിടെ വേറൊരു സംഭവമുണ്ട്. അവനാരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. അവനാരുമില്ല എന്ന് വന്നു. അവനാരുമില്ല എന്ന് വന്നതിന് ശേഷം നടന്ന അടുത്ത സംഭവമാണ് റോമൻ കൈസർ, തീത്തൂസ് കൈസർ എന്ത് ചെയ്തു? യെരുശലേം ദേവാലയം നശിപ്പിച്ചു. അപ്പോൾ അവിടെയാണ് വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്നത്. അപ്പോൾ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. എത്ര കൃത്യമായിട്ടാണ് ദൈവം ഭാവികാല സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മശിഹയുടെ വരവ്, മശിഹ ഛേദിക്കപ്പെടും. മശിഹ ഛേദിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരുവൻ വരും, വരുവാനിരിക്കുന്ന പ്രഭു, അവന്റെ പടജനം, അവന്റെ യോദ്ധാക്കൾ, അവർ വന്ന് വീണ്ടും ഈ പട്ടണത്തെ നശിപ്പിച്ചു കളയും. മാത്രമല്ല മന്ദിരത്തെയും അവർ നശിപ്പിക്കും. യെരുശലേം ദേവാലയത്തെയും നശിപ്പിച്ചു. അതുകൊണ്ടാണ് കർത്താവിന്റെ കാലത്ത് യേശുക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അവരുടെ അഭിമാന സ്തംഭമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അഭിമാനമായി കരുതിയിരുന്ന ദേവാലയത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അതിനൊരു ക്ഷീണം സംഭവിക്കുന്നെന്നോ അല്ലെങ്കിൽ അതിന് തകർച്ച സംഭവിക്കാൻ പോകുന്നെന്നോ ഒന്നും പറയുന്നതൊന്നും യഹൂദന് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എന്നാൽ വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ കർത്താവ് അത് ഒന്നുകൂടി ഓർപ്പിച്ചു. ദാനിയേൽ പ്രവചനത്തിൽ
ദാനിയേലിന് കാണിച്ചു കൊടുത്ത അതേ ദർശനം, അതേ സംഭവം കർത്താവ് ഒന്നുകൂടി ഓർപ്പിച്ചു പറഞ്ഞു വരാൻ പോകുന്നു, ഇന്നത് വരും എന്നുള്ളതാണ്. പക്ഷെ ഉൾക്കൊള്ളുവാൻ, ഏറ്റെടുക്കുവാൻ യഹൂദൻ തയ്യാറായില്ല. അടുത്തായിട്ട് അവിടെ വിശുദ്ധ മന്ദിരത്തെ നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവന്റെ ആ ആക്രമണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവന്റെ യുദ്ധങ്ങൾ അവിടെ തുടർമാനമായി ഉണ്ടാവുകയാണ്. അതിനുശേഷമായിട്ടോ ശൂന്യതയുടെ അല്ലെങ്കിൽ നശിപ്പിച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒന്നുമില്ലാത്തതായ അവസ്ഥയിൽ കിടക്കുന്ന ഇടവേള നമ്മളിന്ന് നോക്കിയാൽ യഹൂദൻ എന്തില്ല? ദൈവാലയമില്ല. പല രാജ്യങ്ങളിലും യഹൂദൻ, ഇസ്രായേൽ രാജ്യം നിലവിൽ വന്നതിന് ശേഷം അവിടെ കുടിയേറിക്കൊണ്ടിരിക്കുന്നു, ഒക്കെ ശരിയാണ്. എന്നാൽ ദൈവത്തിന്റെ കാര്യപരിപാടി ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. യഹൂദനോടുള്ള ബന്ധം 69 ആഴ്ചവട്ടം കഴിയുന്നു, ശരിയാണ്. 69 ആഴ്ചവട്ടം കഴിഞ്ഞു. യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവം ദാനിയേലിന് കാണിച്ചു കൊടുത്ത 69 ആഴ്ചവട്ടത്തിന് ചരിത്രം കഴിഞ്ഞു. എന്നാൽ മശിഹ ഛേദിക്കപ്പെട്ടതിന് ശേഷം ഉള്ള ബ്രാക്കറ്റ് പീരീഡ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നാം. നമ്മളോടുള്ള ബന്ധത്തിൽ, ഞാൻ അതാണ് ആരംഭത്തിൽ പറഞ്ഞത്, നമ്മളോടുള്ള ബന്ധത്തിലുള്ള വിഷയമല്ല ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ നാം ഇത് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളാണ്. എന്നാൽ ഇതിന് ശേഷമായിട്ട് ഒരു സംഭവം കൊണ്ടുണ്ട്. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കുന്നു. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളവും ശൂന്യമായിരിക്കുന്നവന്റെ മേൽ കോപം ചെയ്യും. ഞാനത് ഡീറ്റെയിൽ സ്റ്റഡിക്ക് ആ ഭാഗം പോകുന്നില്ല. കാര്യം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിനോട് ബന്ധം പിന്നീട് പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ 70-ാം ആഴ്ചവട്ടത്തെ കുറിച്ചാണ് ഈ പറയുന്ന അവസാന ഭാഗം. ഈ ദർശനത്തിൽ ഗബ്രിയേൽ ദാനിയേലിനോട് പറഞ്ഞു കൊടുക്കുന്ന ഇതിൽ 3-ാമത്തെ സ്റ്റേജ് ഒരാഴ്ചവട്ടം കൂടെ വരുന്നു. ഒരാഴ്ചവട്ടം അവശേഷിക്കുന്നു. ആ ഒരാഴ്ചവട്ടത്തിൽ നടക്കുവാനുള്ളതായ കാര്യങ്ങളാണ്. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന് മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. അപ്പോൾ എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് ഈ ഭാഗം നിൽക്കുന്നത്. നമുക്കറിയാം, എതിർ ക്രിസ്തുവിന്റെ വരവെങ്കിൽ എതിർ ക്രിസ്തു ആരംഭത്തിൽ എല്ലാവർക്കും പ്രിയങ്കരനാണ്. സകല ആളുകളുമായിട്ട് അവന്റെ ഡിപ്ലോമസി അനുസരിച്ച് അവൻ ചെയ്യും. എല്ലാവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കും. അപ്പോൾ നല്ല ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ ഇദ്ദേഹമാണ് വരുവാനുള്ള മശിഹ എന്നുള്ള നിലയിൽ തന്നെ യഹൂദൻ ചിന്തിച്ചു പോകും. അതുപോലുള്ള അവസ്ഥയിൽ അവരുമായിട്ട് ഇടപെടും. പക്ഷെങ്കിൽ 7 ആഴ്ചവട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ 7 വർഷത്തിന്റെ മധ്യത്തിൽ വെച്ച് കാര്യങ്ങൾക്ക് വ്യത്യാസം വരികയാണ്. ആ മധ്യത്തിൽ വെച്ച് എന്തുണ്ടാവും? നിയമത്തെ കഠിനമാണ്. നമ്മൾ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് വളരെ കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ആഴ്ചവട്ടത്തിന്റെ കണക്ക് പറഞ്ഞ് ഞാൻ പോകാനും ഉദ്ദേശിക്കുന്നു. അപ്പോൾ 70-ാം ആഴ്ചവട്ടം എന്ന് പറയുന്നത് വാസ്തവത്തിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ്. വളരെ നിർണായകമാണ്. കാരണം യഹൂദൻ ഇതുവരെ ചെയ്തു കൂട്ടിയതിന്റെയും യഹൂദൻ ദൈവപുത്രനോട് കാണിച്ചതിന്റെയും ഒക്കെ അനുഭവിക്കാനിരിക്കുന്ന കാലഘട്ടമാണ്. മാത്രമല്ല, അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുമെന്നുള്ളതും അവർ നിലവിളിക്കുമെന്നുള്ളതും ആ നിലവിളി ദൈവം കേൾക്കുന്നതും അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതും യഹൂദന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ 70-ാം ആഴ്ചവട്ടത്തിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണം ആരംഭിച്ചതിന് ശേഷം പല കാര്യങ്ങൾ യഹൂദനോടുള്ള ബന്ധത്തിൽ നടക്കുവാൻ, നിറവേറുവാനായിട്ടുണ്ട്. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം, ദൈവവചനത്തിനോടുള്ള ബന്ധത്തിൽ എത്ര കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കണക്കൂട്ടൽ അനുസരിച്ചോ ദിവസങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ, അത് നമ്മുടെ കണക്കൂട്ടലില്ല. ഇതും ഞാൻ ഈ പറഞ്ഞ ഈ ബൈബിൾ കലണ്ടർ എന്ന് പറയുന്നത് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരാളാണ് ഈ 360-ന്റെ കണക്ക് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് ആൻഡേഴ്സൺ ആണ് വാസ്തവത്തിൽ ഈ 360 ദിവസം വെച്ചുള്ള കണക്ക് വെച്ച് ഈ ഫിഗർ ശരിയാക്കിയത്, ഇത് പ്രസന്റ് ചെയ്ത അദ്ദേഹമാണ്. അതിന് ചില ആൻഡേഴ്സൺ കലണ്ടർ എന്ന് ഇതിനെ വിളിക്കാറ്. ഈ റോബർട്ട് ആൻഡേഴ്സൺ അദ്ദേഹം ഒരു സ്കോട്ടിഷ് മിഷണറിയായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് കാരണം വേദപുസ്തകത്തിൽ ഈ 2 വാക്യങ്ങളുടെ തെളിവിലാണ് പ്രധാനമായി ഇത് സ്ഥാപിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നോഹയുടെ പ്രളയവും ആ കാലഘട്ടത്തിലെ കണക്കനുസരിച്ചും, എന്നാൽ അതിനേക്കാൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ 3.5 വർഷത്തിന്റെ ആ കണക്കുകൂടെ 360 ദിവസം വെച്ച്
ഡിവൈഡ് ചെയ്യുക. അതിന്റെ എല്ലാം വെളിച്ചത്തിലാണ് ഈ സ്റ്റഡി നിൽക്കുന്നത്. ഇപ്പോൾ വേദപുസ്തകത്തിലെ കണക്കുകൂട്ടൽ 360 ദിവസമാണ് ഒരു വർഷം എന്നുള്ള അതാണ് പൊതുവെ സ്ഥാപിച്ചിരിക്കുന്നത്. കാര്യം യഹൂദനോടുള്ള ബന്ധത്തിലും പ്രത്യേകിച്ച് യഹൂദന്റെ കലണ്ടറിലും 360 ദിവസമേ ഉള്ളൂ ഒരു വർഷം എന്ന് പറയും. ആ നിലയിൽ അപ്പോൾ വരുവാനുള്ള ആ ഒരാഴ്ചവട്ടം ഇതെന്ന് തുടങ്ങും എന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. കാരണം ഈ യുഗം തീർന്നാലേ അത് തുടങ്ങത്തുള്ളൂ. അത് ഡെഫിനറ്റ്. ഏത് യുഗം? കൃപായുഗം തീരണം, അല്ലെങ്കിൽ സഭായുഗം തീരണം. അപ്പോൾ സഭായുഗം എന്ന് തീരും എന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു നിശ്ചയവും. കാരണം സഭയുടെ പണി പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ്, അത് ദൈവിക പദ്ധതിയാണ്. അപ്പോൾ അതിന്റെ അവസാനത്തെ കല്ലും വെക്കുക എന്നുള്ളത് ആ പണി പൂർത്തിയാകുന്നത് ദൈവത്തിന് മാത്രമേ അറിയാം. വേദപുസ്തകത്തിൽ നമുക്കറിയാം സകല സ്ഥലങ്ങളിലും സുവിശേഷം എത്തണമെന്നുള്ളതും സകല ഗോത്രങ്ങളിടയിലും സുവിശേഷം എത്തണമെന്നുള്ളതും ഈ വക ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പക്ഷെങ്കിൽ 70-ാം ആഴ്ചവട്ടത്തിന്റെ ആരംഭം നമ്മുടെ ബുദ്ധി കൊണ്ട് ഇന്ന ദിവസം ആരംഭിക്കുമെന്ന് പറയാൻ ഒരു തെളിവുമില്ല. പലരും കണക്കുകൂട്ടിച്ച് നമുക്കറിയാം ജനത്തിന് മുമ്പിൽ പരിഹാസകരാകുന്നത് നമുക്കറിയാം. എന്നാൽ വേദപുസ്തകം നമ്മളോട് പറയുന്നില്ല അതെന്ന് ആരംഭിക്കുന്നു. കാര്യം ആരോടും പറഞ്ഞില്ല. ദാനിയേലിന് ഗബ്രിയേൽ കാണിച്ചു കൊടുത്തുമില്ല 70-ാം ആഴ്ചയോടെ എന്നാ തുടങ്ങാൻ പോകണം. അപ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അതുവരെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചവട്ടം അവശേഷിക്കുന്നു. ആ ആഴ്ചവട്ടത്തിൽ നടക്കാൻ പോകുന്ന കാര്യവും പറയും. അതിന്റെ നടുക്ക് വെച്ച് നിയമം കഠിനമാക്കും, അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയും. എന്നാൽ ആ ആഴ്ചവട്ടം എക്സാക്ട്ലി ഏത് വർഷം ആരംഭിക്കും എന്ന് ഗബ്രിയേൽ ദാനിയേലിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വെളിപ്പെടുത്താത്ത കാര്യം നമുക്ക് കൂടുതൽ ചകഞ്ഞിട്ട് ഒന്നും കിട്ടാനുമില്ല, നമുക്ക് ഗ്രഹിക്കാനും പോകുന്നില്ല. എന്നാൽ ഡെഫിനറ്റ് ആയിട്ടും ദൈവിക പ്രവചനങ്ങൾ നാം പഠിക്കുമ്പോൾ ഇത്രയും നടന്നെങ്കിൽ ഏതായാലും 70 ആഴ്ചവട്ടത്തിന്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തതിൽ 69 എന്ത് ചെയ്തു നടന്നു. 70 ആഴ്ചവട്ടത്തിന്റെ കണക്കിൽ 69 നടന്നെങ്കിൽ പിന്നെ 70-ാം ആഴ്ചവട്ടത്തിന്റെ നടക്കുകയെന്ന് പറയാനെന്തോ അതിനകത്ത് യാതൊരു സെൻസും ഇല്ല. അപ്പോൾ 69 ആഴ്ചവട്ടത്തിലെ കാര്യങ്ങൾ നടന്നെങ്കിൽ 70-ലേത് നിശ്ചയമായി നടക്കും എന്ന് നാം വിശ്വസിക്കണം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ സമയം അതാണ്. ദൈവത്തിന്റെ സമയമാണ്. ദൈവം തന്റെ പ്രവർത്തനങ്ങൾ തന്റെ സമയമനുസരിച്ച്, തന്റെ ഘടികാരമനുസരിച്ച്, ദൈവിക ഘടികാരത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ നാം നമ്മെ തന്നെ ഒരുക്കുവാൻ, നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാനും ദൈവസന്നിധി വിശുദ്ധിയോടെ ജീവിപ്പാനും ഒക്കെ ഉള്ളതായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. സഭായുഗത്തിൽ, കൃപായുഗത്തിൽ ജീവിക്കാൻ നമുക്ക്. ഇപ്പോൾ കൃപായുഗത്തിലായിരിക്കുന്ന നമുക്ക് വാസ്തവത്തിൽ പഴയ നിയമത്തിലെ ആർക്കും ലഭിക്കാത്ത ഒത്തിരി പദവികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൃപായുഗത്തിലായിരുന്നു. അത് കൃപായുഗത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മൾ തന്നെ ചോദിക്കാറില്ലേ, പഴയ നിയമത്തിലേതുപോലുള്ളതായ ശിക്ഷ, പഴയ നിയമത്തിൽ ദൈവം ഇടപെട്ടതുപോലുള്ളതായ ഇടപെടലൊന്നും ഈ കൃപായുഗത്തിൽ കാണുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഈ കൃപായുഗത്തിന്റെ ആരംഭത്തിലും അതുപോലുള്ള 1-2 സംഭവങ്ങളൊക്കെ ഉണ്ട്. ആരുടെ അനന്യാസിന്റെയും സഫീറയുടെയും ഒക്കെ കാര്യം പഠിക്കുമ്പോൾ ആലയത്തിൽ കൊണ്ടുവന്നതിനുള്ള ബന്ധത്തിൽ അവിടെ മരിച്ചു വീണു. പഴയ നിയമത്തിലെ സംഭവങ്ങൾക്ക് ദൃഷ്ടാന്തമായ സംഭവങ്ങളാണ്. ഊസ പെട്ടകത്തെ തൊട്ട ഉടനെ തന്നെ മരിച്ചു എന്ന് പറഞ്ഞതുപോലെ ആലയത്തിലേക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള ഓഹരികൾ വന്നതായ ആള് ആലയത്തിൽ മരിച്ചു വീഴുന്നു എന്ന് പറയുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ വാസ്തവത്തിൽ അതാണ് നമ്മുടെ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ അനേക ആലയങ്ങളിൽ വീഴാതിരിക്കാൻ കാരണം ദൈവത്തിന്റെ കൃപ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നാം കൃപായുഗത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നതിനെ നാം വ്യർത്ഥമാക്കരുത്, നാം തള്ളിക്കളയരുത്. റോമാലേഖനത്തിൽ നാം പഠിച്ചതുപോലെ അധികം കൃപ ലഭിക്കും എന്നും വിചാരിച്ചുകൊണ്ട് കൂടുതൽ പാപം ചെയ്യരുത്. ദൈവം അതാണ് ആ കാലഘട്ടത്തിലെ സങ്കല്പമായിരുന്നു. കൂടുതൽ പാപം ചെയ്താൽ കൂടുതൽ കൃപ കിട്ടും, കൃപ കൂടുതൽ കിട്ടണമെങ്കിൽ കൂടുതൽ പാപം ചെയ്തുകൊണ്ട്. അപ്പം പാപം ചെയ്യും തോറും കൃപ ഇങ്ങനെ കൃപയും വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം കൂടുതൽ പാപം ചെയ്യുക, കൂടുതൽ കൃപ പ്രാപിക്കുക എന്നുള്ള നിലയിൽ, എന്നുള്ള ചിന്താഗതിയിൽ നിങ്ങൾ കൂടുതൽ പാപം ചെയ്യരുത് എന്നുള്ള ആ നിലയിൽ നമുക്ക് ആ ദൈവവചനം നമ്മെ ബുദ്ധി ഉപദേശിക്കും. അപ്പോൾ ദൈവ കൃപയിൽ നാം ഈ സഭായുഗത്തിൽ ഈ കാലഘട്ടത്തിലായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം വ്യക്തമായി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിറപടിയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം ഓർക്കണം. സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു, സാഹചര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നു, ദൈവിക പദ്ധതികൾ അതിൻ്റെതായ നിലയിൽ മുന്നേറുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.